ഹലോ. ഡാറ്റാബേസിലെ ഡയഗ്രം നോക്കാം. ഡയഗ്രം എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ്. പീറ്റർസൺ പ്രൊപ്പോസ് ചെയ്തൊരു മോഡലാണ് ഡയഗ്രം. ഓക്കെ, ഡയഗ്രം എന്ന് പറയുമ്പോൾ അതിൽ എൻറ്റിറ്റി ഉണ്ടാവും, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഉണ്ടാവും. നമുക്കറിയാം എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഡാറ്റാബേസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ്. അതിൽ എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസിനെയാണ് അല്ലേ, എന്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലാണ് എൻ്റർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു സൂപ്പർ സെറ്റ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് ലോഗിൻ ഡാറ്റാബേസ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റുഡൻ്റ് ആയിരിക്കും എൻറ്റിറ്റി അല്ലേ. അപ്പോൾ സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ഉണ്ടാവും, നെയിംസ് ഉണ്ടാവും, പിന്നെ ജെൻഡർ ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, അവരെ മാർക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ആ ഡീറ്റെയിൽസിൻ്റെയൊക്കെ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് ആരാണ്, സ്റ്റുഡൻ്റാണ് അല്ലേ. ഈ സ്റ്റുഡൻ്റാണ് അപ്പോൾ അവിടുത്തെ ഒരു എൻറ്റിറ്റി. ഓക്കെ, ഈ എൻറ്റിറ്റിയുടെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ പറഞ്ഞാൽ അവരെ ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റാസ് ഉണ്ടാവും, അതാണ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, എൻറ്റിറ്റിയും ഡിഫറെൻറ്റ് എൻറ്റിറ്റികൾ തമ്മിൽ റിലേഷൻഷിപ്പും അവിടെ കൺസ്ട്രക്ട് ചെയ്യും അല്ലേ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻറ്റിറ്റി എന്താണ്, ആട്രിബ്യൂട്ട്സ് എന്താണ്, റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയും. ഓക്കെ, അപ്പോൾ എൻറ്റിറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. അതായത് സംതിങ് ദാറ്റ് എക്സിസ്റ്റ് ആൻഡ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം അതർ എൻറ്റിറ്റി. അതായത് ഇപ്പോൾ നമുക്ക് ഒരു കോളേജിൻ്റെ ഡാറ്റാബേസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ കോളേജിന് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്യാൻ കഴിയുക. ഒരു കോളേജിൻ്റെ ഡാറ്റാബേസ് സംബന്ധിച്ചിടത്തോളം അവിടെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽ എന്തായാലും എൻ്റർ ചെയ്യണം അല്ലേ. പിന്നെ അവിടുത്തെ എംപ്ലോയീസ് ഉണ്ടാവും, അവിടുത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും, മണി മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അത് ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ ഓരോ എൻറ്റിറ്റികൾ അല്ലേ. ഇനി നമുക്ക് ഒരു ഇപ്പോൾ എൻറ്റിറ്റി എന്തൊക്കെയാണ്, റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സിസ്റ്റൻസുകളെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ഫിസിക്കൽ എക്സിസ്റ്റൻസും കൺസെപ്ച്വൽ എക്സിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്റ്റുഡൻസൊക്കെ ഫിസിക്കൽ എക്സിസ്റ്റൻസാണ് അല്ലേ. സ്റ്റുഡൻസ്, അവിടുത്തെ എംപ്ലോയീസ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ് അല്ലേ. ഇനി അവിടുത്തെ കോഴ്സുകളുണ്ട്, അവരൊക്കെ എന്താണ്, അത് കൺസെപ്ച്വൽ എക്സിസ്റ്റൻസാണ് അല്ലേ. അപ്പോൾ എൻറ്റിറ്റി ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആവാം, കൺസെപ്ച്വൽ എക്സിസ്റ്റൻസ് ആവാം. ഓക്കെ, ഇനി എൻറ്റിറ്റിക്ക് എക്സാമ്പിൾസ് ആണ് സ്റ്റുഡൻസ്, എംപ്ലോയി, കോളേജ്, യൂണിവേഴ്സിറ്റി, ഡിപ്പാർട്ട്മെൻറ്റ്, എന്തെങ്കിലും ഒരു എക്സിസ്റ്റൻസ് ഉള്ള സാധനത്തിന് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമ്മൾ എൻറ്റിറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, എൻറ്റിറ്റിനെ ഡയഗ്രത്തിൽ നമ്മൾ ഒരു റെക്റ്റാങ്കിളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുക ഓവൽ ഷേപ്പിൽ, ഓവൽ ഷേപ്പിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് എൻറ്റിറ്റിനെ നമ്മൾ പറഞ്ഞല്ലോ, ഈ എൻറ്റിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് യൂസ് ടു ഡിസ്ക്രൈബ് ആൻ എൻറ്റിറ്റി. അപ്പോൾ എൻറ്റിറ്റി ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ, അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. അപ്പം നമ്മൾ എൻറ്റിറ്റിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു റെക്റ്റാങ്കിളിലാണ് നമ്മൾ എൻറ്റിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാവാം, നെയിം ആവാം അല്ലേ, കോഴ്സ് ഉണ്ടാവാം, അപ്പോൾ ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ നമ്പർ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരാം. എംപ്ലോയീസ് ആണോ, എംപ്ലോയിന് ഒരു നമ്പർ ഉണ്ടാവാം, എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടാവാം, എംപ്ലോയി നെയിം ഉണ്ടാവാം, എംപ്ലോയിക്ക് ഒരു സാലറി ഉണ്ടാവും അല്ലേ. ഇതൊക്കെയാണ് എംപ്ലോയിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇനി ഒരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിന് ഏതൊക്കെ ആട്രിബ്യൂട്ട് ഉണ്ടാവാം, കോഴ്സ് നെയിം അല്ലേ, കോഴ്സ് ഡ്യൂറേഷൻ ഉണ്ടാവാം, ഫീ ഉണ്ടാവാം അല്ലേ. ആ കോഴ്സിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സ്ട്രക്ചർ ഉണ്ടാവാം. ഇവരൊക്കെയാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു
എൻറ്റിറ്റി അല്ലേ, എൻറ്റിറ്റി. ഇതിന് 4 ആട്രിബ്യൂട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്: നെയിം, ഏജ്, പ്ലേസ്, ഫോൺ നമ്പർ. ഇങ്ങനെയാണ് ഒരു എൻറ്റിറ്റി ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഡയഗ്രത്തിൽ വരക്കുന്നത്. എൻറ്റിറ്റി എന്തിലാ, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലും, ആട്രിബ്യൂട്ട്സ് ഒരു ഓവൽ ഷേപ്പിലും. ഓക്കെ, ഇനി നമുക്ക് ആട്രിബ്യൂട്ട്സ് പറഞ്ഞല്ലോ. ആട്രിബ്യൂട്ട്സ് അതിൻ്റെ ടൈപ്പ് ഒന്ന് നോക്കാം. ആട്രിബ്യൂട്ടിൻ്റെ ടൈപ്പ് ഫസ്റ്റ്: സിമ്പിൾ ആട്രിബ്യൂട്ട്. സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി ഉണ്ടാവും, അതിന് ഒരൊറ്റ ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതൊരു എന്താണ്, സിമ്പിൾ ആട്രിബ്യൂട്ട്. ഇപ്പോൾ ഒരു എംപ്ലോയി, അപ്പോൾ എംപ്ലോയീൻ്റെ ആട്രിബ്യൂട്ടായിട്ട് ഒരു നെയിം മാത്രമുണ്ട്, കണ്ടോ? ഇതാണ് ഒരു സിമ്പിൾ ആട്രിബ്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. അപ്പോൾ എന്താണ് ഈ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്? ഇപ്പോൾ നമ്മളൊരു കോളേജിൻ്റെ ആട്രിബ്യൂട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സബ് ആട്രിബ്യൂട്ട്. ആ ആട്രിബ്യൂട്ടിന് അതിൻ്റെ സബ് ആട്രിബ്യൂട്ട് കൂടി ഉണ്ടാവും. അതാണ് എന്ത്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ഓക്കെ, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് എന്തുണ്ട്, ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് പറയുകയാണെങ്കിൽ ഒരു നെയിം എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ നെയിം ആട്രിബ്യൂട്ട് എന്താവാ, ഫസ്റ്റ് നെയിം പറയാം. ഒരാൾക്ക് തന്നെ അതിൻ്റെ ആ ഒരു നെയിം തന്നെ നമുക്ക് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞൂടെ. അതായത് ഒരു ആട്രിബ്യൂട്ടിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും പറയാൻ പറ്റാന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഇങ്ങനെ. ഇതൊരു ആട്രിബ്യൂട്ടാണ്. ഈ ആട്രിബ്യൂട്ടിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതാ ഇയാളാണ് എന്ത്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. കിട്ടിയോ? നെക്സ്റ്റ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ഓക്കെ, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ഓക്കെ, ഒരു 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 ഓവൽ ഷേപ്പ്, അതിന് ഒരു ഡബിൾ ഓവൽ ഷേപ്പിലാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിനെ ഡിഫൈൻ ചെയ്യുക. ഡബിൾ ഓവൽ ഷേപ്പിൽ, കണ്ടോ? ഓക്കെ, നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ആട്രിബ്യൂട്ടിന് രണ്ടോ അതിലധികവും വാല്യൂസ് വരിക. കിട്ടിയോ? മോർ ദാൻ വൺ വാല്യൂ ഇൻ എ സിംഗിൾ ആട്രിബ്യൂട്ട്. അതായത് ഇപ്പോൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് നോക്കാം, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ അഡ്രസ്സ് ആണെങ്കിൽ ഇപ്പോൾ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ഇവിടെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് എന്തുണ്ടാവാം, നമുക്ക് ഡിസ്ട്രിക്റ്റ് ആക്കാം, സ്റ്റേറ്റ് ആക്കാം, പിന്നെ എന്താക്കാം, കൺട്രി ആക്കാം അല്ലേ. അത് അഡ്രസ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടും കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടും കൺഫ്യൂഷൻ ആവരുത്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് പറഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ടിന് തന്നെ ഡിഫറെൻറ്റ് അത് ഐ മീൻ ഒരു സിംഗിൾ ആട്രിബ്യൂട്ടിന് മൾട്ടിപ്പിൾ എൻട്രീസ് വരാം. ഇപ്പോൾ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 2 or 3 ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അപ്പോൾ an attribute have മൾട്ടിപ്പിൾ വാല്യൂസ് അല്ലേ, മൾട്ടിപ്പിൾ വാല്യൂസ്, അതായത് മോർ ദാൻ വൺ വാല്യൂസ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അപ്പോൾ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID, അതൊക്കെ 2 കൂടുതൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം ഫോൺ നമ്പർ പറഞ്ഞാൽ ഫോൺ നമ്പർ 1ഉം ഫോൺ നമ്പർ 2 ഒക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷേ നമ്മൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിൽ എന്താ ചെയ്തത്, ഒരു ആട്രിബ്യൂട്ട് ആണെങ്കിൽ അതിനെങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി അല്ലേ. പക്ഷെ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, രണ്ടും രണ്ടായി തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഫോൺ നമ്പറിൽ നമുക്ക് പകുതി വെച്ച് മുറിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് നെയിം എന്ന് പറഞ്ഞാൽ അതിന് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം ആക്കിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എവിടെ, കോമ്പോസിറ്റിൽ. പക്ഷെ മൾട്ടി വാല്യൂഡ് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മോർ ദാൻ വൺ വാല്യൂ വരാം. ഓക്കെ, ഇതാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആൻഡ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്.
ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്. എന്താണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്? ഒരു സ്റ്റോർഡ് ആട്രിബ്യൂട്ട് ഉണ്ടാവും. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റോർഡ് ആട്രിബ്യൂട്ട്. അതിൽ നിന്ന് ഇപ്പോൾ ആക്ച്വലി ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ ആ ഡാറ്റാബേസിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഏജ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, പക്ഷേ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് വി ക്യാൻ ഡിറൈവ് ഇറ്റ്സ് ഏജ് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റോർഡ് ആട്രിബ്യൂട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിറൈവ്ഡ് വെച്ച് സ്റ്റോർഡ് ആട്രിബ്യൂട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്റ്റോർഡ് ആട്രിബ്യൂട്ടിൻ്റെ എക്സാമ്പിളാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് എന്ത് ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്? ഏജ് ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റോർഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോർഡ് ഇൻ ഡാറ്റാബേസ്, എക്സാമ്പിൾ ഡേറ്റ് ഓഫ് ബർത്ത്. ഡിറൈവ്ഡ് ആണ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ ഫിസിക്കൽ ഡാറ്റാബേസിൽ അത് പ്രസൻറ്റ് അല്ല, ബട്ട് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എ ഡാറ്റാബേസ് സ്റ്റോർഡ് ആട്രിബ്യൂട്ട് അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റോർഡ് ആട്രിബ്യൂട്ടിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു എൻറ്റിറ്റി ഉണ്ട്, ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ടാവും അല്ലേ? ആ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയിൽ നിന്ന് നമ്മൾ സ്റ്റോർ ചെയ്തത് എന്താ? ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ, പക്ഷെ നമുക്ക് ഏജ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടിനെ നമ്മൾ ഇങ്ങനെ ഡാഷ്ഡ് എലിപ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് കീ ആട്രിബ്യൂട്ട്. ഏറ്റവും ഒരു ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആട്രിബ്യൂട്ടാണ്, നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ആട്രിബ്യൂട്ടാണ് കീ ആട്രിബ്യൂട്ട്. അതായത് ആ കീ ആട്രിബ്യൂട്ട് വെച്ചിട്ടായിരിക്കും ബാക്കി ആ ഒരു മൊത്തം ഡാറ്റാ ബേസിനെ നമുക്ക് എന്ത് ചെയ്യണേ? റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കീ ആട്രിബ്യൂട്ടൊക്കെ ആയിട്ട് യുണീക്ക് ഐഡൻറ്റിറ്റി ഓഫ് ഈച്ച് റോ അല്ലെങ്കിൽ റെക്കോർഡ് ഇൻ എ ടേബിൾ. ഓക്കെ, അങ്ങനെയാണ് കീ ആട്രിബ്യൂട്ടിനെ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഡാറ്റാബേസ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റാബേസാണ്, ഡാറ്റാബേസ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാ? അഡ്മിഷൻ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, സെക്സ് ഉണ്ട്. ഓക്കെ, ഇനി നെയിം രണ്ടാളെ ഒരുമിച്ച് ഒരേ നെയിം വരാം അല്ലേ? രണ്ടാളത് ഒരുമിച്ച്. ഇപ്പോൾ വിഷ്ണു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, കേട്ടോ. അപ്പം നെയിം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റനെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഏജ് വെച്ച് പറ്റുമോ? ഏജ് വെച്ച് പറ്റൂല, കാരണം ഇവിടെ 19 ഏജ് വരുന്ന രണ്ടാളുണ്ട്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറ്റൂല, ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആവാം, ഇവിടെ ജെൻഡർ അല്ലെങ്കിൽ സെക്സും സെയിം ആവാം. അപ്പോൾ നമുക്ക് അഡ്മിഷൻ നമ്പർ വെക്കാം. അഡ്മിഷൻ നമ്പർ ഒരാൾക്ക് യുണീക്ക് ആയിരിക്കും അല്ലേ? അതായത് ഒരേ അഡ്മിഷൻ നമ്പർ വരുന്ന 2-3 ആളുകൾ വരില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അഡ്മിഷൻ നമ്പറാണ് ഇവിടുത്തെ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. അപ്പോൾ ഈ അഡ്മിഷൻ നമ്പർ ഇപ്പോൾ 2 എന്നുള്ള അഡ്മിഷൻ നമ്പറിൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇത് ആരതിയാണ്, ഏജ് 20 ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, നമുക്ക് അവരെ സെക്സ് അറിയാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു ടുപ്പിൾ, ഇങ്ങനെ ഒരു റോക്കാണ് ടപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടപ്പിൾ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഏത് കീ യൂസ് ചെയ്തിട്ടാണോ ആ കീനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി കീ. അതിലേക്ക് നമ്മൾ വരാം. അപ്പോൾ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. ഒരു ടപ്പിളിനെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ടപ്പിൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിതിനെ റിലേഷണൽ ഡാറ്റാബേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കും, റോനെ നമ്മൾ എന്ത് പറയും? ടപ്പിൾ എന്ന് പറയും, അല്ലെങ്കിൽ റെക്കോർഡ് എന്ന് പറയും. ഓക്കെ, ഇനി കോളുണ്ട്, ഇങ്ങനെ ഈ കോളുണ്ടല്ലോ, അതായത് ഒരു ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആണോ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട്. ഈ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കോളം. ഓക്കെ, നെക്സ്റ്റ് ആണ് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ നമുക്ക് അറിയില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റാബേസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവരെ ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല അല്ലേ? അല്ലെങ്കിൽ അത് മിസ്സിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരുപാട് ഫീൽഡ് വരും അല്ലേ? നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ
അത്രയും പ്രിഫറൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള കുറേ ആട്രിബ്യൂട്ട്സ് വരും. അതിനെ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ അത്തരം എൻട്രീസിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൾ വാല്യൂഡ് ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്യുന്നത്. നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോട്ട് അപ്ലിക്കബിൾ, അൺനോൺ, മിസ്സിങ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇനി നമുക്കൊരു ആട്രിബ്യൂട്ട്, ഒരു എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട് ഒന്ന് നോക്കാം. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, സ്റ്റുഡൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിലെ നെയിം ഉണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് വൺ അഡ്മിഷൻ നമ്പർ. അഡ്മിഷൻ നമ്പർ ഇതാണ് എന്ത് കീ ആട്രിബ്യൂട്ട് അല്ലേ. അഡ്മിഷൻ നമ്പറിനെ നമ്മൾ എന്ത് കീ ആട്രിബ്യൂട്ടിനെ നമ്മൾ ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു എലിപ്സ് ഷേപ്പിലാണ് അതിന് അണ്ടർലൈൻ ആയിട്ട് നമ്മളിങ്ങനെ വരയ്ക്കും. അപ്പോൾ അണ്ടർലൈന് അടിയിലുള്ള ആട്രിബ്യൂട്ടിനെ നമ്മൾ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളാണ് എന്ത് കീ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, നെയിം ഉണ്ടാവുക. നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഉണ്ട്. ഈ ആട്രിബ്യൂട്ട് ഏതാണ്? ഈ ആട്രിബ്യൂട്ട് ഏതാ? ഇയാളാണ് എന്ത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് അല്ലേ. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏജ് കിട്ടും. ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിനെ നമുക്ക് എന്ത് പറയാം? സ്റ്റോർഡ് ആട്രിബ്യൂട്ടാണ്. സ്റ്റോർഡ് ആട്രിബ്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ സ്റ്റോർഡ് ആൻഡ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിൾ വേറെ ഏതാ? നമുക്കിപ്പോൾ ഒരു മന്ത്ലി സാലറി കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ഇയർലി ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂലേ അല്ലേ. അതൊക്കെ എന്താണ്? സ്റ്റോർഡ് ആൻഡ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സാണ്. അപ്പോൾ അഡ്രസ്സ് ഉണ്ട് അല്ലേ. അഡ്രസ്സ് അവർക്ക് ലൊക്കാലിറ്റി ഏരിയ, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, കൺട്രി ഉണ്ടെങ്കിൽ കൺട്രി, ഇവരൊക്കെ എന്താണ് നമ്മൾ നെയിം പോലെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ് ആയിരുന്നു അല്ലേ. ഇനി നമുക്ക് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലേ. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുക ഡബിൾ ഓവൽ ഷേപ്പിലാണ് അല്ലെങ്കിൽ ഡബിൾ എലിപ്സ് ഷേപ്പിൽ. ഓക്കെ, ഇനി ഇത് സിംഗിൾ ആട്രിബ്യൂട്ടാണ്. അതിനെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അത്തരം ആട്രിബ്യൂട്ട്സിനെ സിംഗിൾ ആട്രിബ്യൂട്ട് എന്ന് പറയും. അപ്പോൾ അതാണ് എൻറ്റിറ്റിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും. ഓക്കെ, ഇനി റിലേഷൻഷിപ്പ് നോക്കുക. എന്താണ് റിലേഷൻഷിപ്പ്? അതായത് നമുക്ക് മോർ ദാൻ വൺ എൻറ്റിറ്റി എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കണക്ട് ചെയ്തിട്ടുള്ളത്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ്. അതായത് അസോസിയേഷൻ ബിറ്റ്വീൻ എൻറ്റിറ്റി ടൈപ്പാണ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡയമണ്ട് ഷേപ്പാണ് ഇതാണ് ഡയമണ്ട് ഷേപ്പ്. ഡയമണ്ട് ഷേപ്പിനെയാണ് നമ്മൾ പറയാം. അപ്പോൾ ഡയമണ്ട് ഷേപ്പിൻ്റെ ഒരു ഭാഗത്ത് ഒരു എൻറ്റിറ്റി ഉണ്ടാവും, വേറൊരു ഭാഗത്ത് വേറെ എൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എൻറ്റിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് കാണിക്കുക. അസോസിയേഷൻ ബിറ്റ്വീൻ എൻറ്റിറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻറ്റിറ്റികൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കോളേജിൻ്റെ ഡാറ്റാബേസ് ആണ്. അതിൽ സ്റ്റുഡൻറ്റിനെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കോഴ്സുകളൊക്കെ എൻ്റർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റും കോഴ്സുകളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? സ്റ്റുഡൻറ്റ് ഏത് കോഴ്സിനാണ് എൻ്റർ ചെയ്തതെന്നൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ എൻറോൾഡ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടോ ഇവിടെ. എൻറോൾഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ്. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രീസ് നോക്കാം. അതായത് ഒരു റിലേഷനുമായിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ ഒരു റിലേഷനുമായിട്ട് എത്ര എൻറ്റിറ്റി കണക്ട് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് റിലേഷൻ്റെ ടൈപ്പ് മാറുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ഇവിടെ നോക്കാം. ഇപ്പോൾ ഒരു എൻറ്റിറ്റി ഉണ്ട്. ഈ എൻറ്റിറ്റി ഈ ഒരു റിലേഷനുമായിട്ട് ഈ ഒരു എൻറ്റിറ്റി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ എൻറ്റിറ്റി മാത്രമേ ഉള്ളൂ ഈ ഒരു റിലേഷനിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അത്തരം റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണറി റിലേഷൻഷിപ്പ്. ഓക്കെ, യൂണറി റിലേഷൻഷിപ്പ് പറഞ്ഞാൽ വൺ എൻറ്റിറ്റി മാത്രം ഒരു റിലേഷനായിട്ട് കണക്ട് ചെയ്യാം. അതിനാണ് എന്ത് പറയുന്നത്? യൂണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബൈനറി റിലേഷൻഷിപ്പ്. അതായത് ഒരു റിലേഷൻ ഉണ്ടാവും. ഈ റിലേഷനെ ഇവിടെ ബൈനറിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് എൻറ്റിറ്റികളാണ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലേ. E1 എന്ന എൻറ്റിറ്റിയും E2 എന്ന എൻറ്റിറ്റിയും. ഈ ടെർണറി എന്താ സിമ്പിളാണ് അല്ലേ. ഒരു റിലേഷൻഷിപ്പിൽ
എത്ര എൻറ്റിറ്റീനെ കണക്ട് ചെയ്തിട്ടുണ്ടോ അത്തരം റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് പറയുന്നത്. അതായത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ യൂണറി ഉണ്ടാവും, ബൈനറി ഉണ്ടാവും, ടെർണറി ഉണ്ടാവും, NRA റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ടെർണറി എന്തായിരിക്കും? ടെർണറി എന്ന് പറഞ്ഞാൽ 3 എൻറ്റിറ്റികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരു റിലേഷൻഷിപ്പിൽ, അല്ലേ? അതിനാണ് എന്ത് പറയുന്നത്? ടെർണറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാർഡിനാലിറ്റി നോക്കാം. ഓക്കെ, ഡിഗ്രിക്കാണ് നമ്മളൊരു റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എൻറ്റിറ്റിനെ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ യൂണറി, പിന്നെ ബൈനറി, ടെർണറി റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര തവണ ആ ഒരു എൻറ്റിറ്റിയുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിനാണ് നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ടൈംസ് ആൻ എൻറ്റിറ്റി ഓഫ് എൻ എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിലേഷൻഷിപ്പ് നോൺ ആസ് കാർഡിനാലിറ്റി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കാർഡിനാലിറ്റി, എന്താണ് ഡിഗ്രി? ഓക്കെ, അതായത് ഒരു റിലേഷൻഷിപ്പിൽ എത്ര തവണ ഒരു എൻറ്റിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു റിലേഷൻ ഒരൊറ്റ തവണ മാത്രമേ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ നമുക്ക് ലോഗിൻ ഇൻഫോർമേഷൻ ഉണ്ട്, അല്ലേ? ലോഗിൻ ഇൻഫോർമേഷൻ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ ലോഗിൻ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ മാത്രം ഇതിലേക്ക് എൻ്റർ ചെയ്താൽ മതി, അല്ലേ? 1 ടൈം മാത്രം എൻ്റർ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ നോക്കൂല. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ കാർഡിനാലിറ്റി എന്ന 1 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ടൈംസ് ആൻ എൻറ്റിറ്റി ഓഫ് എൻ എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിലേഷൻ. നെക്സ്റ്റ് കാർഡിനാലിറ്റി റേഷ്യോ ഉണ്ട്. കാർഡിനാലിറ്റി എന്താ നമുക്ക് മനസ്സിലായി. നമ്പർ ഓഫ് ടൈം ഒരു എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പുമായിട്ട്, അതിലാണ്. ഇനി കാർഡിനാലിറ്റി റേഷ്യോ എന്ന് അല്ലെങ്കിൽ കാർഡിനാലിറ്റി മാപ്പിംഗ് എന്ന് പറയും. അതായത് ഇപ്പോൾ 2 എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, 2 എൻറ്റിറ്റി ഉണ്ട്. ഇവർ തമ്മിൽ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതാണ് കാർഡിനാലിറ്റി മാപ്പിംഗ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 1 to 1 ഉണ്ട്, മെനി ടു 1 ഉണ്ട്, 1 to മെനി, മെനി ടു മെനി. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് കാർഡിനാലിറ്റി റേഷ്യോസ് ഒന്ന് നോക്കാം നമുക്ക്. അതായത് ഫസ്റ്റ് 1 to 1 കണക്ഷൻ. അതായത് ഈ റിലേഷൻഷിപ്പുമായിട്ട് 2 എൻറ്റിറ്റി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 എൻറ്റിറ്റിയും 1-1 റിലേഷൻഷിപ്പിലായിരിക്കും. അതൊരു 1 ടൈം മാത്രമേ ഇവിടെ റൺ ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് എന്ത് 1 to 1 റിലേഷൻഷിപ്പ്. ഇപ്പോൾ 1 to 1 പറയുമ്പോൾ നമുക്ക് 1നെ റെപ്രസെൻറ്റ് ചെയ്യുക ഒരു ലൈന്, അതിന്മേ ഒരു ആരോ മാർക്ക്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 1 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു ആരോ. ഇനി മെനി ടു 1 ഉണ്ടാവും. മെനി ടു 1 ആകുമ്പോൾ ഇത് സിംഗിൾ ലൈന് മാത്രമേ റെപ്രസെൻറ്റ്. മെനി എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുക, കൺഫ്യൂഷൻ ആവരുത്. 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ആരോ മാർക്കോ അല്ലെങ്കിൽ ഒരു ലൈൻ ഉണ്ടാവും, ഇങ്ങനെ ചെറിയൊരു ലൈന്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക 1. ഓക്കെ, 1 to മെനി ഇവിടെ നോക്കാം. 1 to മെനി, ഇവിടെ ഒരു ആരോ ഉണ്ട്, മെനിക്ക് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, മെനി ടു മെനി ഉണ്ട്, സിംഗിൾ, നമുക്കൊരു സിംഗിൾ ലൈനായിട്ട് നമുക്ക് പറയാം. ഓക്കെ, സിംഗിൾ ലൈനായിട്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് എന്ത് മെനി ടു മെനി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? MN എന്ന് പറയും, മെനി ടു മെനി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കാർഡിനാലിറ്റി റേഷ്യോ. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻ എന്നാണ്. ഓക്കെ, പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, ഇതിൽ 2 ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ഡബിൾ ലൈനായിട്ടാണ് ടോട്ടൽ പാർട്ടിസിപ്പേഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, എൻറ്റിറ്റികളുടെ ഒരു സെറ്റ് ഉണ്ട്, അല്ലേ? എൻറ്റിറ്റികളുടെ ഒരു സെറ്റ് ഉണ്ട്. ഇങ്ങനെ ഈ എൻറ്റിറ്റികളിലെ സെറ്റിലുള്ള എല്ലാ എൻറ്റിറ്റിയും റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ നമുക്ക് സിംഗിൾ ലൈനാണ്, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഡബിൾ ലൈന്. ഓക്കെ, അതായത് ഒരു എൻറ്റിറ്റി സെറ്റ് ഉണ്ടാവും. ഈ എൻറ്റിറ്റി സെറ്റിലുള്ള എൻറ്റിറ്റികൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്നില്ല. ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു പാർഷ്യൽ എൻറ്റിറ്റി, ആ സെറ്റിലുള്ള പാർഷ്യൽ എൻറ്റിറ്റികൾ മാത്രമേ അസോസിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റിനാണ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻറ്റിറ്റി ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് പറയാം, അല്ലേ? പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല.
നെക്സ്റ്റ് ആണ് സ്ട്രോങ് എൻറ്റിറ്റി ആൻഡ് വീക്ക് എൻറ്റിറ്റി. ഓക്കെ, സ്ട്രോങ് എൻറ്റിറ്റി ആൻഡ് വീക്ക് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോവുകയാണ് അല്ലേ. ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോകുന്ന സമയത്ത് അവർ നമ്മളെ നോമിനീസ് ആരൊക്കെയാണ് ചോദിക്കുമല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നോമിനീസ് കൊടുക്കുന്നത്? അതായത് ആക്ച്വലി ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാനാണ് ആ ബാങ്കുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് അല്ലേ. നമ്മൾ നോമിനീസ് കൊടുക്കുന്ന നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാര്യങ്ങളൊക്കെ ഈ നോമിനിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഡയറക്റ്റ് ട്രാൻസാക്ഷൻ നടക്കുന്ന ആൾ അല്ലാതെ തന്നെ വേറൊരു എൻറ്റിറ്റി കൂടി അവിടെ വരികയാണ് അല്ലേ, ഒരു ഡിപ്പെൻഡൻ്റ് എൻറ്റിറ്റി കൂടി വരികയാണ്. ഇപ്പോൾ നമുക്കൊരു ഒരു കോളേജിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ ആക്ച്വലി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ ആ ഡാറ്റ. ഇപ്പോൾ ഒരു കോളേജ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോളേജിൻ്റെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രൊഫസേഴ്സിനെ മതി അല്ലേ, പ്രൊഫസേഴ്സ്, സ്റ്റുഡൻസ്, എംപ്ലോയീസ് ഒക്കെ മതി. പക്ഷേ ഇവരെ കൂടാതെ ഈ പ്രൊഫസേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിന് കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ വീക്ക് എൻറ്റിറ്റി. അതായത് സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ട്, അവിടെ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾ, ഒരു ഡാറ്റാബേസുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾ, അവരാണ് സ്ട്രോങ് എൻറ്റിറ്റി. ഇനി അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ അവരാണെന്ത്, വീക്ക് എൻറ്റിറ്റി അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കാം, ഈ ഒരു കേസിൽ ഒരു കോളേജിൻ്റെ ഡാറ്റാബേസാണ് നോക്കാം. ഒരു കോളേജിൻ്റെ ഡാറ്റാബേസാണ്. ഇവിടെ പ്രൊഫസേഴ്സ് ഉണ്ട്, കണ്ടോ, പ്രൊഫസേഴ്സ്. ഇവരാണെന്ത്, സ്ട്രോങ് എൻറ്റിറ്റി. കണ്ടോ, സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എൻറ്റിറ്റികൾ. ഓക്കെ, ഇനി ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടാവും, അവരാണെന്ത്, വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വീക്ക് എൻറ്റിറ്റി കിട്ടിയോ. ഇനി നോക്കിയാൽ സ്ട്രോങ് എൻറ്റിറ്റി എപ്പോഴും സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എൻറ്റിറ്റികളൊക്കെ യൂസ് ചെയ്യുന്നത് എന്താ, ഒരു സിംഗിൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ. വീക്ക് എൻറ്റിറ്റി എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഡബിൾ റെക്റ്റാങ്കിളിലായിരിക്കും. ഓക്കെ, വീക്ക് എൻറ്റിറ്റി ഒരു ഡബിൾ റെക്റ്റാങ്കിളായിരിക്കും. ഇനി ഈ സ്ട്രോങ് എൻറ്റിറ്റിയും വീക്ക് എൻറ്റിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അവരും എന്താണ്, ഒരു ഡബിൾ റെക്റ്റാങ്കിൾ ആയിട്ടാണ്, ഡബിൾ ഡയമണ്ട് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവരാണ് നമ്മളെന്ത് പറയുന്നത്, ഐഡൻറ്റിഫൈയിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു അക്കൗണ്ട് ഹോൾഡർ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫിഗറിലേക്ക് നോക്കാം. ഒരു അക്കൗണ്ട് ഹോൾഡർ ഉണ്ട്. ഓക്കെ, ഇവിടെ അല്ലേ, ഒരു അക്കൗണ്ട് ഹോൾഡർ ഉണ്ട്. അവർക്ക് എന്തുണ്ടാവും, അവർ ID എന്തെങ്കിലും ഉണ്ടാവും, അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. അതായിരിക്കും കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. നെയിം ഉണ്ടാവും, അക്കൗണ്ട് നമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇവരാണ് ഇതെന്ത്, സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ സ്ട്രോങ് എൻറ്റിറ്റിനെ നമ്മളെന്ത് പറയുന്നത്, ഓണർ എൻറ്റിറ്റി എന്ന് കൂടി പറയുന്നത്. ടേമുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇവരാണ് സ്ട്രോങ് എൻറ്റിറ്റി, അവരെ തന്നെയാണ് നമ്മളെന്ത് പറയുന്നത്, ഓണർ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവരെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ ഒരു ഡിപ്പെൻഡൻ്റ് ഉണ്ടാവും അല്ലേ. ഡിപ്പെൻഡൻ്റ് ആണ് എന്ത് പറയുന്നത്, വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഡിപ്പെൻഡിനെ നമ്മൾ വീക്ക് എൻറ്റിറ്റി, സ്ട്രോങ് എൻറ്റിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ഓണർ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലേ, രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇതിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈയിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈയിങ് റിലേഷൻഷിപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ, അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ്. ഡബിൾ ഡയമണ്ട് ഷേപ്പ്. ഓക്കെ, ഡബിൾ ഡയമണ്ട് ഷേപ്പിലാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇവർക്കൊരു ID നമ്പർ ഉണ്ടാവും, ഈ വീക്ക് എൻറ്റിറ്റിക്ക് ഒരു ID നമ്പർ ഉണ്ടാവില്ലേ അല്ലേ. അതിൻ്റെ കീ നോക്കാം. അതിൻ്റെ കീ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ്, നമ്മൾ ആ കീകളൊക്കെ ഒരു സിംഗിൾ ലൈനായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഒരു അണ്ടർലൈൻ ആയിരിക്കും കീകൾ. പക്ഷേ ഇവിടെ ഡോട്ടഡ് അണ്ടർലൈനാണ്. അതിനെ നമ്മൾ പാർഷ്യൽ കീ എന്ന് പറയുന്നത്. പാർഷ്യൽ കീ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് വീക്ക് എൻറ്റിറ്റിക്കാണ്. ഓക്കെ, ഇനി വീക്ക് എൻറ്റിറ്റിയും ഈ റിലേഷൻഷിപ്പുമായിട്ട് ഒരു ടോട്ടൽ പാർട്ടിസിപ്പേഷനാണ് നടക്കുക. അപ്പോൾ നമ്മൾ ഒരു ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഇങ്ങനെ വെച്ചിരിക്കാം. ഇങ്ങനെയാണ് സാധാരണ ഒരു വീക്ക് ആൻഡ് സ്ട്രോങ്ങർ അല്ലെങ്കിൽ ഓണർ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ കുറച്ച് എൻറ്റിറ്റീസ് കൊടുത്തിട്ടുണ്ട്. എൻറ്റിറ്റി റിലേഷൻഷിപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നോക്കാം.
ഫസ്റ്റ് എൻറ്റിറ്റി റെക്റ്റാങ്കിൾ ആണ്, ആട്രിബ്യൂട്ട് ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ എലിപ്സ് ഷേപ്പ്. അതിൽ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ഉണ്ട്, ഫോൺ നമ്പറൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ഡബിൾ എലിപ്സിലായിരിക്കും. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഒരു ആട്രിബ്യൂട്ടിനെ ഡിവൈഡ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റി. ഡിറൈവ്ഡ് ആൻഡ് സ്റ്റോർഡ് ആട്രിബ്യൂട്ടാണ്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന വേറൊരു ആട്രിബ്യൂട്ട്, അതിനെ ഡോട്ടഡ് എലിപ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. കീ ആട്രിബ്യൂട്ട്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു അണ്ടർലൈൻ, ഇപ്പോൾ എന്താണോ വാല്യൂ അതിൻ്റെ അടിയിലൊരു അണ്ടർലൈൻ ഉണ്ടാവും. റിലേഷൻഷിപ്പ് ഡയമണ്ട് ഷേപ്പിലായിരിക്കും. വീക്ക് എൻറ്റിറ്റിനെ നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക ഒരു ഡബിൾ റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്. ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡബിൾ ഡയമണ്ട് സ്ട്രക്ചറിലാണ് നമ്മൾ ER ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ER ഡയഗ്രാം, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം. ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ.